ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് സഭാപ്രസംഗകൻ 5-ാം അധ്യായത്തിലെ മുഴുവൻ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം: സഭാപ്രസംഗകൻ അധ്യായം 5-ൽ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 20. 2. സഭാപ്രസംഗകൻ അധ്യായം 5-ൽ ആദ്യത്തെ തലക്കെട്ട് എന്താണ്? ഉത്തരം ദൈവഭക്തി. 3. ദേവാലയത്തിലേക്ക് പോകുമ്പോൾ എങ്ങനെയുള്ളവൻ ആയിരിക്കുക എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഉത്തരം സൂക്ഷ്മതയുള്ളവൻ ആയിരിക്കുക. 4. എങ്ങനെ കേൾക്കാൻ അടുത്തു ചെല്ലുന്നതാണ് വിഡ്ഢിയുടെ ബലിയർപ്പണത്തേക്കാൾ ഉത്തമം എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഉത്തരം ശ്രദ്ധിച്ചു കേൾക്കാൻ. 5. ശ്രദ്ധിച്ചു കേൾക്കാൻ അടുത്തു ചെല്ലുന്നത് ആരുടെ ബലിയർപ്പണത്തേക്കാൾ ഉത്തമം എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഉത്തരം വിഡ്ഢിയുടെ. 6. ശ്രദ്ധിച്ചു കേൾക്കാൻ അടുത്തു ചെല്ലുന്നതാണ് വിഡ്ഢിയുടെ എന്തിനേക്കാൾ ഉത്തമം? ഉത്തരം ബലിയർപ്പണത്തേക്കാൾ. 7. തങ്ങൾ എന്താണ് പ്രവർത്തിക്കുന്നത് എന്ന് ഭോഷന്മാർ അറിയുന്നില്ല എന്ന് സഭാപ്രസംഗൻ പറയുന്നത് എന്ത്? ഉത്തരം തിന്മ. 8. തങ്ങൾ തിന്മയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ആരറിയുന്നില്ല? ഭോഷന്മാർ. 9. എങ്ങനെ സംസാരിക്കരുത് എന്നാണ് പറയുന്നത്? ഉത്തരം വിവേകശൂന്യമായി. 10. എവിടെ പ്രതിജ്ഞ എടുക്കാൻ തിടുക്കം കൂട്ടരുത് എന്നാണ് സഭാപ്രസംഗൻ പറയുന്നത്? ഉത്തരം ദൈവസന്നിധിയിൽ. 11. ദൈവസന്നിധിയിൽ എന്ത് ചെയ്യുവാൻ തിടുക്കം കൂട്ടരുത്? ഉത്തരം പ്രതിജ്ഞ എടുക്കുവാൻ. 12. ദൈവസന്നിധിയിൽ പ്രതിജ്ഞ എടുക്കുവാൻ തിടുക്കം കൂട്ടരുത് എന്ന് പറയുന്നതിനെ തുടർന്ന് എന്താണ് സഭാപ്രസംഗൻ പറയുന്നത്? ഉത്തരം ദൈവം സ്വർഗത്തിലാണ്, നീ ഭൂമിയിലും. 13. ദൈവം സ്വർഗത്തിലാണ്, നീ ഭൂമിയിലും, അതുകൊണ്ട് നിന്റെ വാക്കുകൾ ഡാഷ്. ഉത്തരം ചുരുങ്ങിയിരിക്കട്ടെ. 14. ആരാണ് സ്വർഗത്തിൽ? ഉത്തരം ദൈവം. 15. നീ എവിടെയാണ്? ഉത്തരം ഭൂമിയിൽ. 16. എന്ത് ഏറുമ്പോൾ ദുസ്വപ്നങ്ങൾ കൂടുന്നു എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഉത്തരം ആകുലത. 17. ആകുലത ഏറുമ്പോൾ എന്ത് കൂടും? ഉത്തരം ദുസ്വപ്നങ്ങൾ. 18. ആകുലത ഏറുമ്പോൾ ദുസ്വപ്നങ്ങൾ കൂടും. തുടർന്ന് എന്താണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഉത്തരം വാക്കുകൾ ഏറുമ്പോൾ അത് മൂഢജൽപ്പനമാകും. 19. എന്തേറുമ്പോൾ അത് മൂഢജൽപ്പനമാകും? ഉത്തരം വാക്കുകൾ. 20. ആർക്ക് നേർച്ച നേർന്നാൽ നിറവേറ്റാൻ താമസിക്കരുത് എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഉത്തരം ദൈവത്തിന്. 21. എന്ത് നിറവേറ്റാൻ താമസിക്കരുത്? ദൈവത്തിന് നേർച്ച നേർന്നാൽ. 22. ദൈവത്തിന് നേർച്ച നേർന്നാൽ നിറവേറ്റുവാൻ താമസിക്കരുത് എന്ന് പറഞ്ഞതിനെ തുടർന്ന് സഭാപ്രസംഗകൻ പറയുന്നത് എന്ത്? ഉത്തരം മൂഢരിൽ അവിടത്തേക്ക് പ്രീതിയില്ല, നേരുന്നത് നിറവേറ്റുക. 23. ആരിൽ അവിടത്തേക്ക് പ്രീതിയില്ല, നേരുന്നത് നിറവേറ്റുക എന്ന് സഭാപ്രസംഗകൻ പറയുന്നത് എന്താണ്? ഉത്തരം മൂഢരിൽ. 24. മൂഢരിൽ അവിടത്തേക്ക് എന്തില്ല? ഉത്തരം പ്രീതിയില്ല. 25. നേർന്നിട്ട് നിറവേറ്റാത്തതിനേക്കാൾ ഭേദം എന്താണ്? ഉത്തരം നേരാതിരിക്കുന്നതാണ്. 26. നിന്റെ എന്ത് നിന്നെ പാപത്തിലേക്ക് നയിക്കാതിരിക്കട്ടെ എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഉത്തരം അധരങ്ങൾ. 27. നിന്റെ അധരങ്ങൾ നിന്നെ എന്തിലേക്ക് നയിക്കാതിരിക്കട്ടെ? ഉത്തരം പാപത്തിലേക്ക്. 28. എന്ത് പറ്റിയതാണെന്ന് ദൂതനോട് പറയാൻ ഇടവരുത്തരുത്? ഉത്തരം തെറ്റ്. 29. തെറ്റ് പറ്റിയതാണെന്ന് ആരോട് പറയാൻ ഇടവരുത്തരുത് എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഉത്തരം ദൂതനോട്. 30. തെറ്റ് പറ്റിയതാണെന്ന് ദൂതനോട് പറയാൻ ഇടവരുത്തരുതെന്ന് പറഞ്ഞതിനെ തുടർന്ന് എന്താണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഉത്തരം വാക്കുകളാൽ ദൈവത്തെ പ്രകോപിപ്പിക്കുകയും അങ്ങനെ അതിൻ്റെ അധ്വാനഫലം നശിക്കുവാൻ ഇടയാക്കുകയും ചെയ്യുന്നത് എന്തിന്? 31. വാക്കുകളാൽ ആരെ പ്രകോപിപ്പിക്കുന്നത് എന്തിന് എന്നാണ് സഭാപ്രസംഗകൻ ചോദിക്കുന്നത്? ഉത്തരം ദൈവത്തെ. 32. വാക്കുകളാൽ ദൈവത്തെ എന്ത് ചെയ്യുകയും അങ്ങനെ നിന്റെ അധ്വാനഫലത്തെ നശിക്കുവാൻ ഇടയാക്കുകയും ചെയ്യുന്നത് എന്തിന് എന്നാണ് സഭാപ്രസംഗകൻ ചോദിക്കുന്നത്? ഉത്തരം പ്രകോപിപ്പിക്കുകയും. 33. വാക്കുകളാൽ ദൈവത്തെ പ്രകോപിപ്പിക്കുകയും അങ്ങനെ നിന്റെ എന്ത് നശിപ്പിക്കുവാൻ ഇടയാക്കുകയും ചെയ്യുന്നത് എന്തിന്? ഉത്തരം അധ്വാനഫലം. 34. എന്ത് നിറവേറുമ്പോൾ പൊള്ളവാക്കുകളും വർദ്ധിക്കുന്നു എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഉത്തരം സ്വപ്നങ്ങൾ. 35. സ്വപ്നങ്ങൾ ഏറുമ്പോൾ എന്ത് വർദ്ധിക്കുന്നു? ഉത്തരം പൊള്ളവാക്കുകളും. 36. സ്വപ്നങ്ങൾ ഏറുമ്പോൾ പൊള്ളവാക്കുകളും എന്ത് ചെയ്യുന്നു? ഉത്തരം വർദ്ധിക്കുന്നു. 37. ആരെ ഭയപ്പെടുക എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഉത്തരം ദൈവത്തെ. 38. സഭാപ്രസംഗകൻ 5-ാം അധ്യായത്തിലെ 2-ാമത്തെ തലക്കെട്ട് എന്ത്?
ഉത്തരം ദാരിദ്ര്യവും സമ്പത്തും. 39. എവിടെ ദരിദ്രൻ മർദ്ദിക്കപ്പെടുകയും നീതിയും ന്യായവും നിഷ്കരണം നിഷേധിക്കപ്പെടുകയും ചെയ്യുമ്പോൾ നീ വിസ്മയിക്കരുത് എന്ന് സഭാപ്രസംഗകൻ പറയുന്നത്? ഉത്തരം ഒരു ദേശത്ത്. 40. ഒരു ദേശത്ത് ആരും മർദ്ദിക്കപ്പെടുകയും നീതിയും ന്യായവും നിഷ്കരണം നിഷേധിക്കപ്പെടുകയും ചെയ്യുമ്പോൾ നീ വിസ്മയിക്കരുത്? ഉത്തരം ദരിദ്രൻ. 41. ഒരു ദേശത്ത് ദരിദ്രൻ മർദ്ദിക്കപ്പെടുകയും എന്തെല്ലാം നിഷ്കരണം നിഷേധിക്കപ്പെടുകയും ചെയ്യുമ്പോൾ നീ വിസ്മയിക്കരുത് എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഉത്തരം നീതിയും ന്യായവും. 42. ആരെ നിരീക്ഷിക്കുന്നുണ്ടെന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഉത്തരം മേലധികാരിയെ, അവന് മുകളിലുള്ളവനും അവനെ അവനും മുകളിലുള്ളവനും. 43. മേലധികാരിയെ, അവന് മുകളിലുള്ളവനും അവനെ അവനും മുകളിലുള്ളവനും എന്ത് ചെയ്യുന്നുണ്ട്? ഉത്തരം നിരീക്ഷിക്കുന്നുണ്ട്. 44. എന്തിൻ്റെ വിളവ് എല്ലാവർക്കും ഉള്ളതാണെന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഉത്തരം ഭൂമിയുടെ. 45. ഭൂമിയുടെ എന്ത് എല്ലാവർക്കും ഉള്ളതാണ്? ഉത്തരം വിളവ്. 46. ആർക്ക് വിളവിൽ ആശ്രയിക്കാതെ വയ്യ? ഉത്തരം രാജാവിനും. 47. രാജാവിനും എന്തിൽ ആശ്രയിക്കാതെ വയ്യ? ഉത്തരം വിളവിൽ. 48. ദ്രവ്യാഗ്രഹിക്ക് എന്തുകൊണ്ട് തൃപ്തി വരികയില്ല? ഉത്തരം ദ്രവ്യം കൊണ്ട്. 50. ആർക്കാണ് ദ്രവ്യം കൊണ്ട് തൃപ്തി വരികയില്ലാത്തത്? ഉത്തരം ദ്രവ്യാഗ്രഹിക്ക്. 51. എന്ത് മോഹിക്കുന്നവൻ ധനം കൊണ്ട് തൃപ്തി അടയുകയില്ല എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഉത്തരം ധനം. 52. ധനം കൊണ്ട് തൃപ്തി അടയുകയില്ലാത്തത് ആര്? ഉത്തരം ധനം മോഹിക്കുന്നവൻ. 53. ധനം മോഹിക്കുന്നവൻ ധനം കൊണ്ട് എന്ത് ചെയ്യുകയില്ല? ഉത്തരം തൃപ്തി അടയുകയില്ല. 44. ധനം മോഹിക്കുന്നവൻ ധനം കൊണ്ട് തൃപ്തി അടയുകയില്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് സഭാപ്രസംഗകൻ എന്താണ് പറയുന്നത്? ഉത്തരം ഇതും മിഥ്യ തന്നെ. 55. എന്തേറുമ്പോൾ അത് തിന്നൊടുക്കുന്നവരുടെ എണ്ണം പെരുകുന്നു? ഉത്തരം വിഭവങ്ങൾ. 57. വിഭവങ്ങൾ ഏറുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അത് തിന്നൊടുക്കുന്നവരുടെ എണ്ണം പെരുകുന്നു. 58. ഇതും മിഥ്യ തന്നെ എന്ന് പറയുന്നത് എന്താണ്? ഉത്തരം വിഭവങ്ങൾ ഏറുമ്പോൾ തിന്നൊടുക്കുന്നവരുടെ എണ്ണം പെരുകുന്നു എന്നത്. 59. നോക്കി നിൽക്കുവാൻ അല്ലാതെ ആർക്ക് എന്ത് പ്രയോജനം? ഉത്തരം ഉടമസ്ഥന്. 60. എന്ത് ചെയ്യുന്നത് അല്പമോ അധികമോ ആകട്ടെ എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഭക്ഷിക്കുന്നത്. 61. ഭക്ഷിക്കുന്നത് അല്പമോ അധികമോ ആയാലും ആർക്കാണ് സുഖനിദ്ര ലഭിക്കുന്നത്? ഉത്തരം അധ്വാനിക്കുന്നവന്. 62. അധ്വാനിക്കുന്നവന് എന്ത് ലഭിക്കുന്നു? ഉത്തരം സുഖനിദ്ര. 63. സുഖനിദ്ര ലഭിക്കുന്നത് ആർക്ക്? ഉത്തരം അധ്വാനിക്കുന്നവന്. 64. ധനികന്റെ ഉറക്കം കെടുത്തുന്നത് എന്താണെന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഉത്തരം അമിത സമ്പാദ്യം. 65. അമിത സമ്പാദ്യം ആരുടെ ഉറക്കം കെടുത്തുന്നു? ഉത്തരം ധനികന്റെ. 66. എവിടെ ഞാൻ വലിയൊരു തിന്മ കണ്ടു എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഉത്തരം സൂര്യന് കീഴ്. 67. സൂര്യന് കീഴിൽ എന്ത് കണ്ടു എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? വലിയൊരു തിന്മ. 68. ആരാണ് ധനികൻ തൻ്റെ തന്നെ എന്തിനു മുതൽ സൂക്ഷിക്കുന്നു? ഉത്തരം നാശത്തിന്. 70. ഒരു സായാഹ്നത്തിൽ ആരുടെ എന്ത് നഷ്ടപ്പെടുന്നു? ഉത്തരം ധനികന്റെ മുതൽ. 71. ആർക്ക് തൻ്റെ കൊടുക്കുവാൻ അവൻ്റെ കൈവശം ഒന്നുമില്ലാതായി? ഉത്തരം തൻ്റെ പുത്രന്. 72. തൻ്റെ പുത്രന് കൊടുക്കുവാൻ ഒന്നുമില്ലാതായത് ആർക്ക്? ഉത്തരം ധനികന്. 73. ധനികൻ അമ്മയുടെ ഉദരത്തിൽ നിന്നും പുറത്തു വന്നത് എങ്ങനെ? ഉത്തരം നഗ്നനായി. 74. ധനികൻ എന്ത് കൊണ്ടുപോവുകയില്ല എന്നാണ് സഭാപ്രസംഗൻ പറയുന്നത്? ഉത്തരം പ്രയത്നഫലത്തിൽ ഒന്നും. 75. പ്രയത്നഫലത്തിൽ ഒന്നും കൊണ്ടുപോവുകയില്ലാത്തത് ആര്? ഉത്തരം ധനികൻ. 76. അതും വലിയ തിന്മയാണ്. ഏത്? ധനികൻ വന്നതുപോലെ തന്നെ പോകുന്നത്. 77. ആരാണ് വന്നതുപോലെ തന്നെ പോകും എന്ന് സഭാപ്രസംഗകൻ പറയുന്നത്? ഉത്തരം ധനികൻ. ധനികൻ ഏതെല്ലാം അവസ്ഥകൾ തള്ളി നീക്കിയ ജീവിതം കൊണ്ട് അവന് എന്ത് പ്രയോജനം എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? അവസ്ഥകൾ എത്ര, അവ ഏതെല്ലാം? അവസ്ഥകൾ 5 എണ്ണമാണുള്ളത്. അവ അന്ധകാരത്തിൽ, വിലാപത്തിൽ, ആകുലതയിൽ, രോഗത്തിൽ, അസംതൃപ്തിയിൽ. 79. ദൈവദത്തമായ എന്ത് മനുഷ്യൻ തിന്നും കുടിച്ചും അധ്വാനഫലം ആസ്വദിച്ചും കഴിക്കുന്നതാണ് ഉത്തമവും യോഗ്യവുമായി ഞാൻ കണ്ടിട്ടുള്ളത് എന്നാണ് സഭാപ്രസംഗൻ പറയുന്നത്? ഉത്തരം ഈ ഹ്രസ്വജീവിതം. 80. ഇതാണ് മനുഷ്യൻ്റെ ഡാഷ്. ഉത്തരം ഗതി. 81. എന്തൊക്കെ ദൈവം നൽകി അനുഗ്രഹിച്ചിട്ടുള്ള ഓരോ വ്യക്തിയും തൻ്റെ ഈ അവസ്ഥയെ മാനിക്കുകയും അധ്വാനഫലം ആസ്വദിക്കുകയും ചെയ്യേണ്ടതാണ് എന്നാണ് സഭാപ്രസംഗൻ പറയുന്നത്? ഉത്തരം സമ്പത്തും സമൃദ്ധിയും അത് അനുഭവിക്കാനുള്ള കഴിവും. 82. എന്തിൻ്റെ ദിനങ്ങൾ കൊഴിഞ്ഞു പോകുന്നതിനെക്കുറിച്ച് അവൻ പര്യാകുലൻ അല്ല എന്നാണ് സഭാപ്രസംഗൻ പറയുന്നത്? ഉത്തരം ജീവിതത്തിൻ്റെ. 83. ജീവിതത്തിൻ്റെ എന്ത് കൊഴിഞ്ഞു പോകുന്നതിനെക്കുറിച്ച് അവൻ പര്യാകുലനല്ല? ഉത്തരം ദിനങ്ങൾ. 84. ജീവിതത്തിൻ്റെ ദിനങ്ങൾ കൊഴിഞ്ഞു പോകുന്നതിനെക്കുറിച്ച് അവൻ പര്യാകുലനല്ലാത്തതിൻ്റെ കാരണം എന്ത്? ഉത്തരം ദൈവം അവൻ്റെ ദിനങ്ങൾ സന്തോഷഭരിതമാക്കിയിരിക്കുന്നു.
ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. ഈ വീഡിയോ ഇത്ര നേരം കേട്ടുകൊണ്ടിരുന്ന നിങ്ങളെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.